കൂടോത്ര വിവാദവും മറ്റു പ്രശ്നങ്ങളും മൂലം വലിയ തോതിൽ പ്രതിസന്ധിയിലായ അതല്ലെങ്കിൽ അടിത്തറ തന്നെ തകർന്ന നിലയിലായ കോൺഗ്രസ് ഇതാ മുഖം മിനുക്കാൻ ഒരുങ്ങുന്നു. കോൺഗ്രസിന്റെ മുഖം മിനുക്കൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് നടക്കാൻ പോകുന്നത്. ഈ മുഖം മിനുക്കൽ നന്നായാൽ കോൺഗ്രസിന് വലിയ തോതിൽ തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് വയനാട് നടന്ന നേതൃ ക്യാമ്പിന് ശേഷം വലിയ തോതിലുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. വി.ഡി. സതീശനും സുധാകരനുമെല്ലാം നേരിട്ട് പരിപാടികളിലേക്ക് ഇറങ്ങി സംഭവങ്ങളെ കൊഴുപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നതെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നെഹ്റുവിന്റെ പാരമ്പര്യമുള്ള പാർട്ടി വലിയ തോതിൽ അന്ധവിശ്വാസത്തിന്റെയും മറ്റും പുറകെ പോയി കൂടോത്രവും അടക്കമുള്ള വലിയ വിഷയങ്ങളിലേക്ക് കടന്ന് വലിയ തോതിലുള്ള അന്ധചിത്രങ്ങൾക്കെല്ലാം കാരണമായ പാർട്ടിയെ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കണം. ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അതോടെ തന്നെ മതസംഘടനകൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയവയ്ക്കായിട്ടുണ്ടായിരുന്ന ബന്ധങ്ങൾ വലിയ തോതിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതായത് ജാതീയമായ വർഗീയപരമായ വോട്ടുകളെ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ ജാതീയമായ വോട്ടുകളെ പിടിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ആരാധനാലയങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് അവിടെ നിന്നും കൂടുതൽ വോട്ടുകൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിനാണ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. ഏതായാലും പാർട്ടിക്കുണ്ടായ ഗാഢബന്ധമുണ്ടാക്കി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ വോട്ട് ബാങ്കിനെല്ലാം കൂടെ ചേർത്ത് എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെടുത്തേ പറ്റത്തുള്ളൂ. ഇല്ല, അത് രക്ഷയില്ല. കാരണം കേന്ദ്രത്തിൻ്റെ പ്രവർത്തന ഒരു റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഓരോ നേതാക്കന്മാർക്കും ഒരു റിപ്പോർട്ട് വെച്ചുകൊണ്ട് പ്രോഗ്രസ് കാർഡ് വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് കൃത്യമായ വിജയം ഉണ്ടായില്ല എങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാരുടെ ഭാവിയെല്ലാം ഇരുളടയും എന്നുള്ള സാഹചര്യം വന്നതോടെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഇത്തരത്തിലൊരു തയ്യാറെടുപ്പ് തുടങ്ങിയിരിക്കുന്നത്. എത്രത്തോളം ഇതിന് ഫലം കാണും എന്നുള്ള കാര്യം നമ്മളിങ്ങനെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. അതായത് മതസംഘടനകളും ആരാധനാലയങ്ങളുമായിട്ട് നേരത്തെയെല്ലാം വലിയ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇടത് പ്രസ്ഥാനങ്ങൾ അവിടേക്ക് കൂടുതൽ കടന്നു വന്നിരിക്കുന്നു. ഇതെല്ലാമാണ് ഇവരെ കുഴപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില അമ്പലങ്ങൾ അതുപോലുള്ള സ്ഥലങ്ങളിൽ BJPയുടെ സാന്നിധ്യവും വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന്റെ നില വളരെ പരുങ്ങലിലാണ്. അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിന് തയ്യാറെടുത്തിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് സാധാരണ ജനങ്ങളുമായിട്ടുള്ള ഇഴയെടുപ്പം ഇല്ലാതായെന്ന് KPCC കണ്ടെത്തിയിരുന്നു. പാർട്ടിയുടെ ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ വർഗീയ സംഘടനകളും വിശ്വാസവിരുദ്ധ നിലപാടുള്ള പാർട്ടികളും ഇവിടെ നുഴഞ്ഞുകയറി. ഇക്കാര്യത്തിലെ പോരായ്മ പരിഹരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുപ്പിനായി സംഘടിപ്പിച്ച വയനാട് ക്യാമ്പ് എക്സിക്യൂട്ടീവിന്റെ തീരുമാനമായിട്ട് ഇവരിപ്പോൾ ഒരു സർക്കുലർ തന്നെ തയ്യാറാക്കി എല്ലാ താഴെ തട്ടിലേക്കും അയച്ചിരിക്കുകയാണ്. അതായത് കോൺഗ്രസിന് എങ്ങനെയെങ്കിലും ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള വോട്ട് ശേഖരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പൂർണ്ണ തോതിലുള്ള ഒരു തഴയൽ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ അതിൻ്റെ ഫലവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെ സംഘടനാ സ്ട്രക്ചർ വലിയ തോതിൽ തകർന്നു പോയിരിക്കുന്നു. പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടോ അല്ല ഈ പ്രാവശ്യം ഇത്രയും വോട്ട് കിട്ടിയത്. കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള ജനവികാരങ്ങളും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു മാറ്റങ്ങളായിരുന്നു ഈ പ്രാവശ്യത്തെ വോട്ടിൽ പ്രതിഫലിച്ചത്. അതല്ലാതെ കോൺഗ്രസ്സുകാരുടെ കഴിവുകൊണ്ട് കിട്ടിയ വോട്ടല്ല എന്നും വളരെ പച്ചയായിട്ട് KC വേണുഗോപാൽ പറഞ്ഞിരുന്നു. KC വേണുഗോപാൽ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നേരിട്ട് ബാധിക്കുന്നത് V.D. സതീശനെയും അതുപോലെ MM ഹസനെയും അടക്കമുള്ളവരെയാണ്. K. സുധാകരനെ നേരിട്ട് തന്നെ ഈ സംഭവം ബാധിച്ചിരിക്കുന്നു. സംഘടനാ സംവിധാനം പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംഘടനാ ഉത്തരവാദിത്വമുള്ളവരുടെ കൈകളിലാണ്, അതിൻ്റെ ചുമതലയിലേക്കാണ് കാര്യങ്ങൾ എത്തുക. ഇതിൽ നിന്ന് കൈ കഴുകാൻ K. സുധാകരനോ V.D. സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ ഒന്നും സാധിക്കില്ല. ഇവർ തമ്മിലടിച്ച് നശിപ്പിക്കുന്ന വോട്ടുകളെ എങ്ങനെ ക്രോഡീകരിച്ച് കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ വലിയ തോതിൽ ആശങ്ക ഉണ്ടായതും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായത്. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങൾക്കും പെർഫോമൻസ് ഓഡിറ്റ് നടത്താനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. DCC ബ്ലോക്ക് മണ്ഡലം തലം വരെയുള്ള നേതാക്കളുടെ പ്രവർത്തനം വിലയിരുത്തുന്നത് KPCC ഭാരവാഹികളാകും.
വയനാട് ക്യാമ്പ് എക്സിക്യൂട്ടീവിലെ തീരുമാനത്തിനനുസരിച്ചിറങ്ങിയ സർക്കുലറാണ് ഈ പരിഷ്കാരങ്ങളെ പറ്റിയെല്ലാം പറയുന്നത്. ആദ്യം നന്നാകേണ്ടത് ആരാണ്? ഈ റിപ്പോർട്ട് പരിശോധിക്കാൻ തയ്യാറാകുന്ന, ഈ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കാൻ പോകുന്ന, ഈ മാർക്കടിയിലെല്ലാം കാണാൻ പോകുന്നവരാണ് ആദ്യം തിരുത്തേണ്ടത്. KPCCയുടെ നേതാവായ K സുധാകരനും VD സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ളവരാണ് ആദ്യം തിരുത്തി മറ്റുള്ളവർക്ക് മാതൃകയായി കാണിക്കേണ്ടത്. പിന്നീട് വേണം മറ്റുള്ളവരിലേക്ക് ഈ കാര്യങ്ങൾ എത്താൻ. അതല്ലാതെ കൂടോത്രം നടത്തി സ്വന്തം പാർട്ടിക്കാർക്കും തെറ്റായ സന്ദേശം നൽകുന്ന ഇത്തരം നേതാക്കന്മാർ കോൺഗ്രസ്സുകാർക്ക് തന്നെ ശാപമായി മാറിയ അവസ്ഥയാണുള്ളത്. ഇവരുണ്ടാക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് എത്രത്തോളം റിസൾട്ട് എന്തോരം പ്രോഗ്രസ് ഉണ്ടാക്കുമെന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കവും ഇപ്പോൾ തുടങ്ങാനാണ് പദ്ധതി. അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ് ആരംഭിച്ചിരിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷന്റെ ചുമതല KPCC പ്രസിഡന്റ് K സുധാകരന് തന്നെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ കൊച്ചിയുടേത് പ്രതിപക്ഷ നേതാവ് VD സതീശനും മറ്റു കോർപ്പറേഷനുകളുടെ ചുമതലയും മുതിർന്ന നേതാക്കൾക്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യം ഏതാണ്ട് ഓക്കെയായി. കൊച്ചി കോർപ്പറേഷന്റെ ചുമതല അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് പറഞ്ഞ കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുന്നത് വലിയ തോതിൽ UDFന് മുൻതൂക്കമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അവിടെയുള്ള ചുമതല VD സതീശൻ ഏറ്റെടുത്തേണ്ടി. ഇനി ഇത് ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തകർന്നു പോകുമോ എന്നറിയത്തില്ല. കണ്ണൂർ കോർപ്പറേഷന്റെ ചുമതല K സുധാകരൻ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. അതും വലിയ മാറ്റങ്ങൾ വരുത്താനാണോ അതോ ഉള്ള വോട്ട് കൂടി നശിപ്പിക്കാനാണോ എന്നുള്ള കാര്യങ്ങളും കണ്ടറിയേണ്ടതുണ്ട്. കോഴിക്കോട് രമേശ് ചെന്നിത്തല, തിരുവനന്തപുരം PC വിശ്വനാഥ്, തൃശൂർ റോജി M ജോൺ, കൊല്ലം VS ശിവകുമാർ എന്നിങ്ങനെയാണ് ഈ കോർപ്പറേഷനുകളുടെ ഓരോന്നിൻ്റെയും ചുമതല കൈമാറിയിരിക്കുന്നത്. അതാത് പ്രദേശത്തെ സാമൂഹിക സംഘടനകളുമായി ബന്ധപ്പെട്ടാകും മണ്ഡലം കമ്മിറ്റികളുടെ പ്രവർത്തനം. മതസംഘടനകൾ, ആരാധനാലയങ്ങൾ എന്നിവരുമായി മുൻപുണ്ടായിരുന്ന ഗാഢബന്ധം കുറഞ്ഞത് ആ സ്ഥാനങ്ങളിലേക്ക് വർഗീയ സംഘടനകൾ ഉൾപ്പെടെ നുഴഞ്ഞുകയറി എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടൊക്കെയാണ് ഇവർ പുറത്തുവിട്ടത്. നുഴഞ്ഞുകയറിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ പറയുന്ന ആരാധനാലയങ്ങൾ, അമ്പലമാകട്ടെ, ക്രിസ്ത്യൻ ചർച്ചുകളാകട്ടെ, മുസ്ലിം മോസ്കുകളാകട്ടെ, ഇവിടേക്കൊക്കെ നുഴഞ്ഞു കയറേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ സജീവമായി പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ആ ആരാധനാലയങ്ങളിൽ കൃത്യമായി എത്തുകയും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുകയും ചെയ്യുന്ന ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ ഭാരവാഹികളായിട്ടും കമ്മിറ്റി അംഗങ്ങളായിട്ടും അല്ലെങ്കിൽ അത്ര മേഖലകളിലേക്കൊക്കെ കടന്നു വരും. അവർ പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന ആളുകളൊന്നുമല്ല. കോൺഗ്രസ്സുകാരനായി പോയി എന്നതുകൊണ്ട് അതിനകത്തേക്ക് വന്നുകൂടാ എന്നുള്ളതൊന്നുമില്ല, അല്ലെങ്കിൽ CPM-കാരനായി പോയി എന്നതുകൊണ്ട് വന്നുകൂടാ എന്ന് ഇല്ല. വിശ്വാസികളായ ആളുകളുടെയും വിശ്വാസങ്ങളെ അതോടൊപ്പം തന്നെ അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നവരെ കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യമാണ് കേരളത്തിലെ ആരാധനാലയങ്ങൾക്കും അതിൻ്റെ ഭാരവാഹികൾക്കും അല്ലെങ്കിൽ ആ വിശ്വാസ സമൂഹത്തിനുമുള്ളത്. കോൺഗ്രസ്സുകാർ ഇനി പ്രത്യേകിച്ച് ഗിമ്മിക്ക് ഒന്നും കാണിച്ച് വോട്ട് പിടിക്കാനായിട്ട് തന്ത്രം കാണിച്ചുകൊണ്ട് പള്ളികളിലേക്കും ആരാധനാലയങ്ങളിലേക്കും ഇടിച്ചു കയറാൻ നോക്കുന്നത് വലിയ തോതിലുള്ള കുഴപ്പങ്ങൾക്ക് മാത്രമേ കാരണമാകുകയുള്ളൂ. ഗ്രന്ഥശാലകൾ, അതുപോലെ തന്നെ യൂത്ത് ക്ലബ്ബുകൾ, ജീവകാരുണ്യ സംഘടനകൾ, കുടുംബശ്രീ യോഗങ്ങൾ, വാട്സാപ്പ് കൂട്ടായ്മകൾ എന്നിവയുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകണം എന്നും പറയുന്നുണ്ട്. ഇവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി ഇവരെന്ത് പരിപാടിക്കും തയ്യാറാകും. ഇവരെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇവരിപ്പോൾ വേണമെന്നുള്ള നിലപാടിലേക്ക് എത്തിയതും വലിയ തോതിലുള്ള കുഴപ്പങ്ങൾക്ക് കാരണമാകുമോ എന്ന് എല്ലാം ഇനി നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ ചുമതല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കൊല്ലം അടൂർ പ്രകാശ്, പത്തനംതിട്ട ഷാനിമോൾ ഉസ്മാൻ, ആലപ്പുഴ KC ജോസഫ്, കോട്ടയം ബെന്നി ബെഹനാൻ, ഇടുക്കി ജോസഫ് വാഴക്കൻ, എറണാകുളം ആന്റോ ആന്റണി, തൃശൂർ AP അനിൽകുമാർ, പാലക്കാട് K മുരളീധരൻ, മലപ്പുറം MK രാഘവൻ, കോഴിക്കോട് രാജ്മോഹൻ ഉണ്ണിത്താൻ, വയനാട് സണ്ണി ജോസഫ്, കണ്ണൂർ അജയ് തറയിൽ, കാസർഗോഡ് ഷാഫി പറമ്പിൽ എന്നിവർക്കാണ് ഓരോ ജില്ലകളുടെയും ചുമതല. ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി, വോട്ട് പിടിക്കാനും സീറ്റ് പിടിക്കാനും എല്ലാം മുന്നോടിയായി വരാൻ പോകുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ആരാധനാലയങ്ങളും വിശ്വാസികളും എന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം നിങ്ങൾ വോട്ടിന് വേണ്ടി എന്ത് പണിയും ചെയ്യുമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം. വോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നന്നായി തഴയുമെന്നും അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ വേണം വിശ്വാസികളിലേക്ക് ഇറങ്ങി ആരാധനാലയങ്ങൾ കൈപ്പിടിയിലേക്ക് ആക്കാനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ വളരെ ജാഗ്രത കാണിക്കണം. ഇല്ലെങ്കിൽ വിശ്വാസികളുടെ കൈത്തരിപ്പ് അറിയും എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്.